സ്ലൈറ്റ് തരുമോ പ്ലീസ്? ഏറ്റവും ആഗ്രഹിക്കുന്നത് കൈയുടെയായിരിക്കും. പക്ഷേ അമ്മയ്ക്ക് വേണ്ടത്, അഭയയുടെ നിർഭയയുടെ അമ്മയ്ക്ക് വേണ്ടത് സത്യസന്ധമായി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യടികളല്ല, ആ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് ഇനിയൊരു പെൺകുട്ടി ഈ അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഉറച്ച പ്രതിജ്ഞയാണ്. ഞാൻ 2 പെൺകുട്ടികളുടെ അമ്മയാണ്. 32,000 കുട്ടികളെ പഠിപ്പിക്കുന്ന, പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. എൻ്റെ അമ്മ വീട്ടിൽ നിറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മ മാത്രമല്ല, ഞാനടക്കം നമ്മുടെ പെൺമക്കളോട് പറയും, മകളെ സൂക്ഷിക്കണം, പരിചയമില്ലാത്തവരോട് അടുത്ത് ഇടപഴകരുത്, ശരിയായ വസ്ത്രം ധരിക്കണം, അന്തിമയങ്ങിയ തിരിച്ച് വീട്ടിലെത്തണം. അങ്ങനെ എത്ര ഉപദേശങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ആൺമക്കളോട് പറയാറുണ്ടോ, മോനെ അത് നിന്റെ സഹോദരിയെ പോലെയാണ്, നിന്റെ അമ്മയെ പോലെയാണ്, അവൾക്ക് നൊന്താൽ എനിക്ക് നൊന്തു, എൻ്റെ മകൾക്ക്, നിന്റെ സഹോദരിക്ക് നോക്കും? ഒരിക്കലെങ്കിലും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ട്? ഉണ്ടാവാം, പക്ഷെ വളരെ വളരെ വിരലെണ്ണാവുന്നവർ മാത്രം. പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ ആൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ മദ്യം, മയക്കുമരുന്ന്, ലഹരി, നിങ്ങളെല്ലാവരും പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ അറിയുന്നുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ, പെൺകുട്ടികൾ ജീവിക്കുന്നത്. പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കും പോലെ ആൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കണമേ എന്ന് ഒരമ്മ എന്ന നിലയിൽ, ഒരു കലാകാരി എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു. ഈ ഒരു നൃത്തം ഒരിക്കലും പ്ലാൻ ചെയ്തിട്ട് ചെയ്തതല്ല. ഈ ഒരു വാർത്ത ഒരുപാട് വായിച്ചു. അതിനുശേഷം എൻ്റെ ഗുരു, എൻ്റെ ജ്യേഷ്ഠതുല്യൻ സൂര്യ കൃഷ്ണമൂർത്തി സാർ അയച്ചു തന്ന എത്രയോ വാർത്തകൾ, എത്രയോ വീഡിയോസ് കണ്ട ശേഷമാണ് ഇതെൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ ഇങ്ങനെയൊരു